അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിയൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ മറ്റ് ആളുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അറിവിൻ്റെ പ്രസക്തിയെ കുറിച്ചാണ്. അറിവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാം എന്ത് ഒരു കാര്യം പഠിക്കുകയാണ് അറിഞ്ഞിരിക്കണം. നാം പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് ഖുൽ ഹൽ യസ്തവിയൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും, ഖുൽ നബിയെ തങ്ങൾ പറയുക, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ? അപ്പം നമുക്ക് ആ സമമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അറിവുള്ള ഒരാളെ കുറിച്ച് അയാൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ അറിവനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അയാൾ ചെയ്യുക. അപ്പം അറിവുള്ളവനും അറിവില്ലാത്തവനും സമമല്ല എന്ന് നമുക്കറിയാം ലഭിക്കുക. മാത്രമല്ല, അറിവെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവ് എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ജീവനാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, അപ്പോൾ അറിവ് നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെ, ഏത് കോലത്തിൽ, എങ്ങനെ നമ്മൾ പഠിക്കണം? ഒരു ഹദീസിൽ വ്യക്തമായി കൊണ്ട് പറയുന്നു, അറിവെന്ന് പറയുന്നത് ഏതുപോലെയാണ്, ഏതുപോലെ ഒരു മഴ വർഷിക്കുന്നത് പോലെ. മഴ വർഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മഴ ഭൂമി പല സൈസിൽ ആകുന്നുണ്ട്. മഴ വർഷിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അതുപോലെ നമ്മൾ പഠനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭൂമിയിലേക്കൊരു മഴത്തുള്ളി വീണ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ സസ്യ ലതാദികൾ മുളപ്പിക്കുന്നതായ ഭൂമിയും അതുപോലെ വെള്ളങ്ങളുള്ളതായ ഭൂമിയും. ചിലയിടത്ത് വെള്ളങ്ങൾ മാത്രമുള്ളൂ, പക്ഷേ വേറെ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു തരം ഭൂമിയും കൂടിയിട്ട്. മൂന്നാമതായിട്ട് മരുഭൂമി, ഒരു ജന്തു അവിടെയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പണ്ഡിതന്റെ റോള് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണമെന്ന് അവിടെ പറയുന്നത്. ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അയാളത് പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ല, അതുകൊണ്ട് മൂന്ന് ആൾക്കാരെ പറഞ്ഞത് എന്താ അവിടെ മൂന്ന് വിധം പറഞ്ഞത് എന്ന് വെച്ചാൽ, അവിടെ ഒന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒന്ന് അയാൾ പഠിക്കുകയും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത്തെ ആളോ പഠിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ മനുഷ്യൻ രണ്ടുമില്ല, പറഞ്ഞു കൊടുക്കണില്ല, അറിവ് നേടാനും ശ്രമിക്കണില്ല, പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്നില്ല, അത് പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നില്ല. അപ്പം ഇതിൽ നമ്മൾ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് നാം പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഹദീസിൽ വളരെ വ്യക്തമായി പറയുന്നു, ഒരു അറിവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ അറിവ് ഉള്ള ആൾക്ക് വളരെ വിനയത്തോടെ കൂടെ ഇരിക്കും. അറിവുള്ള മനുഷ്യൻ ഇങ്ങനെ വൃക്ഷത്തിൽ പഴം കായ്ക്കുമ്പോൾ പഴം വരുന്നതിനനുസരിച്ച് കനം കൂടുന്നതിനനുസരിച്ചും വൃക്ഷം താഴ്ന്നു വരുന്നു. അതുപോലെ ഈ മനുഷ്യനിക്ക് വളരെ താഴ്മ ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഉഖറവിയായ ലോകത്തേക്ക് ഇനി പോകേണ്ടവരില്ല. അപ്പോൾ ഈ മനുഷ്യന്മാർ, നമുക്കറിയാം, ഇവരെ പണ്ഡിതന്മാരെ ശിക്ഷിക്കപ്പെടും. ഹദീസിൽ പറയുന്നു, പണ്ഡിതന്മാർ അവരുടെ റോൾ ചെയ്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കും. എങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നത് പ്രവർത്തിക്കണം എന്നാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടേക്ക് ഞാൻ തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ പറയുന്നു, ഹദീസിൽ പറയുന്നു, ഒരു പണ്ഡിതനെ ഖിയാമത്ത് നാളിൽ അള്ളാഹു കോർട്ടിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന അവസ്ഥയിൽ അയാൾ അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് രംഗം ഇങ്ങനെ ജനങ്ങൾ കാണുമ്പോൾ അവിടെ ചോദിക്കുന്നു, നിങ്ങൾക്കെന്താ ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കും. നിങ്ങൾ ഒരുപാട് നമ്മൾ ഉപദേശിച്ചിരുന്നു, പക്ഷേ നമ്മൾ ഉപദേശിച്ച് നമ്മളൊക്കെ നന്നായിപ്പോയി, നിങ്ങൾക്കെന്തേ
നിങ്ങൾക്കെന്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അയാൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു, പറഞ്ഞു തന്നിരുന്നു, ഞാൻ പഠിച്ചിരുന്നു, പറഞ്ഞു തന്നിരുന്നു, പക്ഷേ എന്തായില്ല, ഞാനത് പ്രവർത്തിക്കാത്തത് കൊണ്ട് എനിക്കിവിടെ ശിക്ഷ ലഭിക്കുന്നു. പറയാൻ സാധിക്കുന്നെങ്കിൽ സഹോദരന്മാരെ, നാം അറിവ് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മാതൃകയായി കൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അതാണ് പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നത്. അതിലേക്ക് തന്നെ നാം മടങ്ങുക. അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.